ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ കേസിന് ഇപ്പോൾ ജാമ്യം ഇന്ന് കോടതി ജാമ്യം നിഷേധിച്ചു. സോ ആ കേസ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഡിയോ ക്ലിപ്സ് ലീക്ക് ആവുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്. ചാറ്റ് ബോക്സ് ലീക്ക് ആവുന്നുണ്ട്. അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പാർട്ടി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്. ആ സമയത്തും മെൻസ് കമ്മീഷനാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നത്. മിഷൻ മെൻസ് കമ്മീഷനാണ് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നിട്ടുള്ളത്. അപ്പോൾ എത്തിക്കലായിട്ടുള്ള ഒരു പരിപാടി ഉണ്ടാവില്ലേ? ഞാൻ എൻ്റെ അത് ഒരു കാര്യം പറയട്ടെ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചീഞ്ഞെളിഞ്ഞ ഒരുപാട് ഗർഭകഥകൾ നമ്മുടെ നാട്ടിലുണ്ട്. ആരും അതിൻ്റെ പുറകെ ഒന്നും പോകുന്നില്ല. ഇപ്പോൾ രാഹുലിന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു, ദേ ഹാഡ് കൺസെൻഷ്വൽ സെക്സ്. ഇന്ത്യയിൽ കൺസെൻഷ്വൽ സെക്സ് എന്നുള്ളൊരു ക്രൈമല്ല. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം കേസ് എടുക്കാം, പക്ഷേ കേസ് കൊടുത്താൽ അത് ശിക്ഷാർഹമല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ അവർ തമ്മിൽ പരസ്പര സമ്മതത്തോടു കൂടെ ബന്ധപ്പെട്ടതിന് ശേഷം അവർ തമ്മിൽ ബ്രേക്കപ്പ് ആയപ്പോൾ പെൺകുട്ടി അയാൾക്കെതിരെ കേസുമായി വന്നു. അത് അതിൻ്റെ സ്ക്രീൻഷോട്ടുകളും വീഡിയോ ഒക്കെ പ്രചരിക്കുന്നു. മേ ബി രാഹുലിനെ തട്ടം ചെയ്തപ്പോൾ തിരിച്ച് രാഹുലും പറഞ്ഞിട്ടുണ്ടാവാം കാര്യങ്ങൾ. നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കുന്നത് എൻ്റെ കുഞ്ഞമ്മയുടെ വേണമെന്നല്ല രാഹുൽ മാങ്കൂട്ടത്തിനല്ല, രാഹുൽ ഈശ്വരനല്ല, വേറെ ആര് തെറ്റ് ചെയ്താലും അത് ശിക്ഷിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ ഇതുപോലുള്ള നാറ്റം പിടിച്ച ഗർഭ കേസുകളൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൻപുറത്ത് ഈ കുളിക്കടവിലെ പെണ്ണുങ്ങൾ പറയുന്ന ഗോസിപ്പുകൾക്ക് ഇതിനേക്കാളും നിലവാരമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മൾ. കേസ് ഇപ്പോൾ കെട്ടിച്ചമച്ചതെന്നല്ല, ഇപ്പോൾ പല പൊളിറ്റിക്കൽ ഇൻറ്റൻഷൻസ് ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലെ കേസ് കൊണ്ട് ഈ ഒരു നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻസ് കവറപ്പ് ചെയ്യാൻ വേണ്ടി പലരും ശ്രമിച്ചു, പക്ഷെ അത് വർക്ക് ചെയ്തില്ല. കാരണം അത് വർക്ക് ചെയ്തിരുന്നെങ്കിൽ കോൺഗ്രസിന് മൃഗീയമായ ഭൂരിപക്ഷം ഉണ്ടാവുമായിരുന്നു. അത് വർക്ക് ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തോട് പ്രതിദാനം ചെയ്തൊരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ഞാനൊരു പാർട്ടിക്കാരനൊന്നുമില്ല, ഞാനൊരു തികഞ്ഞ SFI കാരനായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ. ഞാനിപ്പോൾ ഒരു പാർട്ടിയിലില്ല, പക്ഷേ ഞാൻ SFI കാരനായിരുന്നു. ഞാൻ എവിടെയും ധൈര്യത്തോട് പറയുന്നതാണ്. പക്ഷേ എനിക്ക് നരേന്ദ്രമോദി ഇഷ്ടമാണ്, പിണറായി വിജയനെ ഇഷ്ടമാണ്. പിണറായി വിജയൻ്റെ എല്ലാ കാര്യങ്ങളും ഇഷ്ടമല്ല, പക്ഷേ അദ്ദേഹത്തെ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. പേഴ്സണലി എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഞാൻ ചാനൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അതിന് ഇൻ്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്, ഒരുപാട് മീറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു ഓറയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹം. അപ്പോൾ നമുക്കതുപോലെ ഞാനങ്ങനെ ഒരു ഐഡിയോളജി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാനൊരു SFI കാരനായിരുന്നു, ഇപ്പം അല്ല എന്ന് ഞാൻ പറയുന്നു. പക്ഷേ ഞാൻ പറയുന്നത് എനിക്കൊരു പാർട്ടിയിലൊരു മണ്ണാങ്കട്ടയില്ല. ഏതൊരുത്തൻ തെറ്റ് ചെയ്താലും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, രാഹുൽ മാങ്കൂട്ടനായാലും രാഹുൽ ഈശ്വരനായാലും ആരായാലും അതിൻ്റെ അകത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്. പക്ഷേ ഇത്തരത്തിലുള്ള അവൻ്റെ അടിവസ്ത്രത്തിൽ പറ്റിയ സെമൻ്റെ കറ എടുക്കാനല്ല നമ്മൾ നടക്കേണ്ടത്. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. അല്ലെങ്കിൽ അവൻ മറ്റേ ഫ്ലാറ്റിൽ എത്ര പ്രാവശ്യം പോയി, അവിടെ എത്രത്തോളം വേർപ്പൊഴിക്കുന്നല്ലോ, അതൊന്നും അല്ലല്ലോ. ഇവിടെ സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പാവപ്പെട്ടവന് റേഷൻ കിട്ടുന്നുണ്ടോ, ഇവിടെ നമ്മൾ റേപ്പ് കേസസും സ്ത്രീകൾക്കെതിരെ വരുന്ന അക്രമങ്ങളും റെലവൻ്റ് അല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇത്തരത്തിലുള്ള ചീഞ്ഞ ഗർഭ കേസുകളെക്കാളും പാവപ്പെട്ടവൻ്റെ ഈ ഇന്ന് ഞാനൊരു വാർത്ത വായിച്ചു, ഒരു കാമുകൻ ഒരു കാമുകിയെ കൊണ്ട് റേപ്പ് ചെയ്ത് കൊന്ന കാര്യം. അപ്പോൾ അത്തരം കാര്യങ്ങളെടുത്ത് ഹൈലൈറ്റ് ചെയ്യുക. അവൻ ശിക്ഷ ചെയ്ത് അവൻ സമ്മതിക്കുകയും ചെയ്തു. അപ്പം പിന്നെ ഇവിടെ ആർക്കും ആ വാർത്ത പിന്നെ വലിയ പ്രാധാന്യമില്ല. കാരണം അവൻ സമ്മതിച്ചല്ലോ, അവൻ കുറ്റയേറ്റല്ലോ, അവൻ വലിയ പോപ്പുലറും അല്ല. അവൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെയോ സുരേഷ് ഗോപിയെ പോലെയോ അല്ലെങ്കിൽ നിവിൻ പോളിയെ പോലെയോ, ഈ സുരേഷ് ഗോപിക്ക് വരെ എതിരെ വരെ ലൈംഗിക ആരോപണം വന്നിട്ടില്ല. ഒരു പബ്ലിക്കായിട്ടുള്ളൊരു പെൺകുട്ടിയുടെ തോളിൽ കൈവച്ചെന്നുണ്ട്. ഇത്രയും 10-100ഓളം ആൾക്കാർ നോക്കിയിരുന്നപ്പം കേസ് ആർക്കും കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്നതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത്തരം ചീഞ്ഞളിഞ്ഞ ഗർഭകഥകളും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല വേദസിൻ്റെ കഥകളും ഒക്കെ പൊക്കി എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ TRP ഉണ്ടാക്കി. ഇപ്പം എന്നെ വെച്ചിട്ട് TRP ഈ ഒരു കേസ് വന്ന സമയത്ത് വാർത്ത ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചാനലുകാർ വീണ്ടും എന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു, നിങ്ങൾക്ക് സംസാരിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ വരാം, എനിക്ക് ഇത്ര രൂപ തന്നാൽ ഞാൻ വരാം. ഓക്കെ, എന്നെ ഇൻ്റർവ്യൂ ഐ വിൽ ചാർജ്. അങ്ങനെ പോയതുകൊണ്ട് ഞാൻ തിരിച്ചു പോയി ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പം എന്നെ വിറ്റവരല്ലേ, അതിൻ്റെ ഒരു പങ്ക് എനിക്കും തരൂ. ഇനിയും വിൽക്കാൻ പോവുമല്ലേ, അതിൻ്റെ ഒരു പങ്ക് എനിക്ക് ഇനിയും തരൂ എന്നുള്ളതാണ്. കാരണം നമ്മൾ വിൽക്കുകയല്ലേ, നമ്മളെ കണ്ടൻറ് ഇട്ടിട്ട് മില്യൺസ് ആൻഡ് മില്യൺസ് വ്യൂസ് ഉണ്ടാക്കിയിട്ട് അതുപോലെയാണ് അവർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗർഭകഥ എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ മോണിറ്റൈസ്ഡ് ആയതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന ഡോളറുകളാണ്, യൂട്യൂബിലും ഡോളറുകളാണ്. പക്ഷേ അതുപോലെ സാധാരണക്കാരുടെ കോവാലിൻ്റെയും ശങ്കരൻ്റെയും കഥ എടുത്തിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഡോളറും കിട്ടൂല, ഒരു സാധനം കിട്ടാൻ പോകില്ല. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള ന്യായമുള്ള ഗോപാലിൻ്റെയും ശങ്കരൻ്റെയും അല്ലെങ്കിൽ വല്ല സരോജിനിയുടെയും തങ്കമണിയുടെയും വാർത്തയൊന്നും ആരും കൊടുക്കില്ല. എല്ലാവർക്കും ഇതുപോലുള്ള ഹൈ പ്രൊഫൈൽ കേസുകൾ മാത്രം മതി. പാവപ്പെട്ടവൻ്റെ വീട്ടിൽ ആരെങ്കിലും കയറി റേപ്പ് ചെയ്താലോ, പോലീസ് കയറി കർണം അടിച്ച് പൊളിച്ചാലോ, വല്ല അനീതി കാണിച്ചാലോ ഇവിടെ ആർക്കും വേണ്ട. ഇതുപോലുള്ള ഹൈ പ്രൊഫൈൽ കേസുകളിൽ മാത്രം എടുത്താൽ രാഹുൽ ഈശ്വർ കൊള്ളാം, രാഹുൽ മാങ്കൂട്ടത്തിൽ കൊള്ളാം, നമുക്ക് എടുത്ത് ഹൈപ്പ് ചെയ്യാം. തന്ത്രി കൊള്ളാം, നമുക്ക് സംഭവം തന്ത്രിയെ പബ്ലിക്കായിട്ട് വാജ്യവാഹനം കൊടുത്തു വിട്ടതാണ്. പക്ഷേ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് അത് അറസ്റ്റ് ചെയ്ത് പുള്ളിയെ കള്ളനെ പോലെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അത്തരത്തിലുള്ള
കഥകളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധനങ്ങളാണ് വിൽക്കുന്നത്. ഇപ്പം ഞാനും ഫേസ്ബുക്കിൽ യൂട്യൂബിലൊക്കെ കണ്ടന്റ് ഇട്ട് കാശുണ്ടാക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ ഇന്നേ ഒരു നെഗറ്റീവ് കണ്ടൻറ്റോ വേറൊരുത്തൻ്റെ ഗർഭക്കഥയോ അല്ലെങ്കിൽ ഞാൻ ഇന്ന് എൻ്റെ കണ്ടന്റുകൾ നോക്കൂ, എല്ലാം പോസിറ്റീവ് കണ്ടന്റ്സ് ആണ്. ഇന്നപ്പോൾ കോടതി ജാമ്യം നിഷേധിച്ചല്ലോ. കോടതി നിഷേധിച്ചു. പക്ഷേ അയക്കും ഒരു വേറൊരു കോടതിയുണ്ട്. ആ കോടതിയിൽ അയക്കും. അത് അങ്ങനെയാണ്, അതൊരു സിസ്റ്റമാണ്. കോടതി എന്തുകൊണ്ട് ജാമ്യം നിഷേധിച്ചു? ആ കോടതിക്ക് പരിധികളുണ്ട്. അപ്പോൾ അദ്ദേഹം മേൽക്കോടതിയെ സമീപിക്കും. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും നമ്മൾ പറയുന്നു രാഹുൽ ഈശ്വറിനോട് നമ്മൾ രാഹുൽ മാങ്കൂട്ടൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടനോട് നമ്മൾ കാണിക്കുന്നത് മിഡിൽ ഫിംഗർ സല്യൂട്ടാണ്. ഓക്കെ, ദാറ്റ്സ് മൈ ആറ്റിറ്റ്യൂഡ്. അത് ആരോടായാലും അത് തന്നെയാണ്. പക്ഷേ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അയാളെ ജഡ്ജ് ചെയ്യണം? ഞാൻ പറഞ്ഞില്ല, അയാളുടെ കേസിൽ അയാൾ തന്നെ പറയുന്ന കാര്യം എൻ്റെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ബേസ്റ്റ് ആയപ്പോൾ ഉണ്ടായ സംഭവങ്ങളെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ പൊളിറ്റിക്കൽ കരിയർ അതുകൊണ്ട് നഷ്ടപ്പെട്ടു. ഇതുപോലെ എത്രയോ മറ്റ് പാർട്ടിയിലുള്ളവർക്കെതിരെ എത്രയോ ഇതുപോലത്തെ കഥകളുണ്ടാവാം. ചിലത് പുറത്ത് വന്നിട്ടുണ്ട്, ചിലത് പുറത്ത് വരാനിരിക്കുന്നുണ്ട്. ഇനി എത്ര കഥകൾ വരാനിരിക്കാം. ചിലരെ പേടിച്ച് പുറത്ത് പറയുന്നില്ല, ചിലർ അത് സപ്രസ് ചെയ്ത് വയ്ക്കുന്നു, ചിലർ ഇനി നാളെ പുറത്ത് പറയുമായിരിക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മളെ സംബന്ധിച്ചിടത്തോളം യു ആൻഡ് മീ വർക്ക് ഇൻ മീഡിയ, നമ്മളിതെല്ലാം ഞാൻ ഈ ഇത്ര നെഗറ്റീവ് കണ്ടൻറ്റുകൾ ഇതുവരെ വിട്ടിട്ടില്ല. കാരണം എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സാണ്. ഞാൻ എൻ്റെ ഫുഡ് വീഡിയോസ്, ബ്രാൻഡ് എൻഹാൻസിങ് വീഡിയോസ് അല്ലെങ്കിൽ പ്രൊമോഷൻ വീഡിയോസൊക്കെ ഇട്ടിട്ടാണ് ഞാൻ എൻ്റെ കണ്ടൻറ്റുകൾ. നിങ്ങൾ എനി കണ്ടൻറ്റ് നോക്കിയാലും ഒരു നെഗറ്റീവ് കണ്ടൻറ്റ്, ഇപ്പോൾ എനിക്കെതിരെ വീഡിയോ ചെയ്ത ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഒരുപാട് ചാനൽസും ഉണ്ട്. അവർക്കെതിരെ പോലും വീഡിയോ ഇട്ടിട്ടില്ല. കാരണം ഞാൻ ആ ടൈം വേറെ പ്രൊഡക്റ്റീവായിട്ടുള്ള പല കാര്യങ്ങൾക്കായിട്ട് ഞാൻ യൂസ് ചെയ്യും. കാരണം അതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ ഡോളറുകളിൽ പുറത്ത് പോകാതെ ആ സമയം നമ്മൾ വേറെ കാര്യങ്ങൾക്ക് മാറ്റി വെച്ചിട്ട് അതിൻ്റെ എത്രയോ നല്ല കാര്യങ്ങൾ നമുക്ക് അല്ലെങ്കിൽ എത്രയോ കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മളെപ്പോഴും പോസിറ്റീവ്. നമ്മളിപ്പോൾ പോസിറ്റീവായിട്ടുള്ള മണി എന്ന് പറയുന്നത് എപ്പോഴും നമ്മളോട് ഉണ്ടാവും എന്നുള്ളതാണ്. നെഗറ്റീവ് എന്നുള്ള സാധനങ്ങൾ എപ്പോഴും നമുക്ക് അർഹമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ നേടിയെടുത്താൽ എങ്ങനെയായാലും നമ്മുടെ അത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ അർഹതയുള്ളതിൻ്റെ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ളതിൻ്റെ പുറകെ പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ കൂടെ ചേർത്ത് നിർത്തി ഞാൻ ചോദിക്കട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് വന്ന സമയത്ത് റേപ്പ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നു. അതുപോലെ തന്നെ നടിയെ ആക്രമിച്ച കേസ് വന്ന സമയത്ത് ഗൂഢാലോചനയിൽ കുറ്റാരോപിതനായ ആളുടെ ഒപ്പം നിൽക്കുന്നു. ശബരിമലയിലെ പ്രശ്നം വന്ന സമയത്ത് അവിടെയും കുറ്റാരോപിതരായിട്ടുള്ള ആൾക്കാരുടെ ഒപ്പം നിൽക്കുന്നു. അപ്പോൾ കുറ്റാരോപിതരല്ല, ശബരിമലയിലെ കേസ് വന്നപ്പോഴും നിങ്ങൾ നിൽക്കുന്ന ആ ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്, നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആ സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്തിക്കൽ അൺഎത്തിക്കൽ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ അൺഎത്തിക്കലായിട്ടുള്ള ആ ഒരു ഭാഗത്തിനൊപ്പം മിഷൻ മെൻസ് കമ്മീഷൻ നിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എങ്ങനെ നമുക്ക് അൺഎത്തിക്കൽ എന്ന് പറയാൻ പറ്റും? ഈ പറയുന്ന ആദ്യത്തെ 2 കേസുകളിലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി കോടതി വിധിയുണ്ട്, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തിട്ട്. ഇപ്പോൾ 3rd കേസിൽ പുള്ളി പോലും അറിയാതെ പുള്ളിക്ക് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയൊരു കേസാണ്. അപ്പോൾ അതിൽ കോടതി ജാമ്യം നിഷേധിച്ചു. വേണമെങ്കിൽ പുള്ളിക്ക് മേൽക്കോടതി കാണാം. അതിൻ്റെ മെറിറ്റ് എന്തിനുണ്ട്? ഇതിനൊരു ഫൈനൽ വേർഡിക്റ്റ് ഉണ്ട്. അത് വരുന്നവരെ ഈ സ്റ്റിൽ ആൻ അക്യൂസ്ഡ് എന്നുള്ളതാണ്. ഒരു അക്യൂസ്ഡിനെ കരിവാരി തേക്കാനോ അല്ലെങ്കിൽ അയാൾക്കെതിരെ എന്താ പറയുക സ്മിയർ ക്യാമ്പയിൻ നടത്താനോ ആർക്കും അവകാശമില്ല എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് നാളെ ഈ സ്മിയർ ക്യാമ്പയിൻ നടത്തുന്ന ഒരാളുടെ വീട്ടിലിരിക്കുന്ന തൊട്ട് അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അറിയാവുന്ന ഒരാൾക്ക് ഈ ഒരു അവസ്ഥ വരുമ്പോഴേ അവർക്ക് ഒരു സിറ്റുവേഷൻ മനസ്സിലാവുള്ളൂ. പോപ്പുലർ ആയ ആളാണെങ്കിൽ വളരെയധികം വിഷമിക്കേണ്ടി വരും. അല്ലാതെ ഒരു സാധാരണ ഞാൻ പറഞ്ഞില്ലേ വല്ല മറ്റേ ഗോപാലനോ തങ്കപ്പനോ രായപ്പനോ ആണെങ്കിൽ മേ ബി അവർ മോശക്കാരെന്നല്ല പറഞ്ഞത്, അത്തരത്തിലുള്ള ഒരു സാധാരണ ലോ പ്രൊഫൈലുള്ള ഒരാളാണെങ്കിൽ ആൾക്കാർക്കൊരു വിഷയമല്ല. അവരിനെ ചുറ്റും വരുന്ന ഒരു 4-5 പേരെ അറിയുള്ളൂ. പക്ഷേ ഇഫ് ഹീസ് സംബഡി ബിഗ് അല്ലെങ്കിൽ സംബഡി ഫെയിംഡ് ഇൻ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ വെൽ നോൺ പേഴ്സൺ, ഈ മേ ബി ടാർഗറ്റഡ് അല്ലെങ്കിൽ ടാർണിഷ്ഡ്. അപ്പോൾ അത് ഈ പറഞ്ഞല്ലോ അയാൾക്കെതിരെ സ്മിയർ ക്യാമ്പയിനിങ്ങിൻ്റെ ഏറ്റവും എളുപ്പമുള്ള കാര്യമാണിത്. ഇപ്പോൾ മുകേഷ് MLA-ക്കെതിരെ അദ്ദേഹത്തിനെതിരെയും വന്നിട്ടുണ്ട്. അത് നമ്മളോട് അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടു കുറച്ച് ആൾ കഴിഞ്ഞപ്പം. അതുവരെ മുകേഷ് MLA-ക്ക് ട്രോൾ ചെയ്തവരും ഒക്കെ എന്ത് ചെയ്യും? ബാലേന്ദ്രൻ മേനോൻ ആ വിക്ടിമിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അവരുടെ മുന്നിൽ നിന്ന് സ്വയംഭോഗം ചെയ്തെന്ന് പറഞ്ഞാൽ അവരൊരു കേസ് കൊടുത്തു. എന്നിട്ട് എന്തായി? പോലീസ് ബാലേന്ദ്രൻ മേനോന് ക്ലീൻ ചിറ്റ് കൊടുത്തു. അവർക്കെതിരെ പോക്സോ കേസിൽ അവർ അറസ്റ്റിലാവുകയും ചെയ്തു ആ സ്ത്രീ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. അപ്പം നമ്മൾ ബാലേന്ദ്രൻ മേനോൻ ഇത്തരം ജയസൂര്യക്കെതിരെ വന്നു. അപ്പോൾ അലിഗേഷൻ വന്ന സമയത്ത് എല്ലാവരും അവർ ജഡ്ജ് ചെയ്യണം. പക്ഷേ കോടതി കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് സത്യം കണ്ടെത്തി അവർ നിരപരാധി പറയുന്നു. അപ്പം ഈ ജഡ്ജ് ചെയ്തവരൊക്കെ എന്തായി? അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാനുള്ള അധികാരം നമുക്കില്ല. അതിനിവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്.
അവരതിന് ശിക്ഷ മേടിച്ചു കൊടുത്തോളും, അല്ലെങ്കിൽ അവർക്ക് അതിൻ്റേതായ സിസ്റ്റമുണ്ട്. ആ ഒരു സിസ്റ്റത്തിൽ കാര്യങ്ങൾ പൊയ്ക്കോളും. അല്ല ആരെയും ജഡ്ജ് ചെയ്യാൻ ആരുമല്ല. ഇപ്പം നമ്മളിപ്പം ഞാൻ ഒരിക്കലും അതിജീവിതയോടും എതിരല്ല, ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ അതിജീവിതം എന്ന് പറഞ്ഞ പദത്തിനൊരു പവിത്രതയുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഒരു സേക്രസി ഓഫ് എ വിക്ടിം, അല്ലെങ്കിൽ നമ്മളൊരു വിറ്റ്നസ്, അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പേരാണ് അതിജീവിത. അതും മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഒരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ, നിവിൻ പോളിയെ കള്ളക്കേസിൽ കൊടുക്കാൻ കുട്ടിയുടെ പരാതി പോലീസ് FIR ഇട്ടത് അതിജീവിത എന്നാണ്. എങ്ങനെ ആ കുട്ടി അതിജീവിത എന്ന് വിളിക്കാൻ പറ്റും? ഹി ഈസ് പ്രൂവൺ ഹി ഈസ് നോട്ട് ഗിൽറ്റി. അപ്പം അത്തരത്തിലുള്ളതിനോടാണ് നമ്മളെതിര്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ മിഷൻ മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ അരി മേടിക്കേണ്ട കാര്യമില്ല. ഞാൻ അല്ലാതെ തന്നെ എൻ്റെ പ്രൊഫൈൽ അറിയാമെന്നുള്ളവർക്കറിയാം ഞാൻ എത്തരത്തിലുള്ളൊരു പ്രൊഫൈലിൽ നിന്ന് വന്ന ഒരാളാണെന്നും ഞാൻ ഏൺ ചെയ്ത് എന്താണെന്നും എൻ്റെ പ്രൊഫൈൽ. നമ്മൾ ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ഇതിന് പിറകെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നാളെ മറ്റൊരാൾക്കും ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടാവരുതെന്നുള്ളത് വെച്ചിട്ടാണ്. നമ്മൾ ഓവർകം ചെയ്തു, നമ്മൾ രക്ഷപ്പെട്ടു. എൻ്റെ കേസ് ഇറ്റ്സ് ഓൾമോസ്റ്റ് ക്ലിയർ. പോലീസ് എനിക്ക് അനുകൂലമായ റിപ്പോർട്ട് കോടതി ഫയൽ ചെയ്തിട്ട് ഇറ്റ്സ് 99.9% ക്ലിയർ. ഇനി ഡിസ്ചാർജ് മാത്രമേ ഉള്ളൂ. പക്ഷേ നാളെ വേറൊരാൾക്ക് എന്നെപ്പോലെ ഒരു സിറ്റുവേഷൻ വന്നാൽ അവൻ എവിടെ പോകും? അപ്പോൾ അവന് വേണ്ടിയിട്ടാണ് നമ്മൾ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത്. അതാണ് മിഷൻ മെൻസ് കമ്മീഷൻ. അല്ലാതെ പെണ്ണുങ്ങൾക്കെതിരെ. എനിക്കുള്ളതൊരു മോളാണ്. എൻ്റെ വീട്ടിലുള്ള പെൺകുട്ടിയാണ്. എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതും എൻ്റെ ഫാമിലിയാണ്. എൻ്റെ വൈഫ്, എൻ്റെ മോള്, എൻ്റെ അമ്മ. എൻ്റെ വീട്ടിൽ 3 പെണ്ണുങ്ങളാണുള്ളത്. അപ്പം എൻ്റെ വീട്ടിൽ ഭൂരിപക്ഷം എന്ന് പറഞ്ഞത് ആണുങ്ങളല്ല, പെണ്ണുങ്ങളാണ്. മോള് 10th കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുന്നു. അപ്പോൾ 3 പെൺകുട്ടികളുള്ള വീടാണ്. പെൺകുട്ടികളെന്ന് തന്നെ പറയണം. ഞാൻ അമ്മയാണ് ഏറ്റവും ചെറിയ കുട്ടി എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും നാട്ടിൽ കൂടുതലും പോകുന്നത് അമ്മയുടെ അടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. വൈഫുണ്ട്, അമ്മയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള, പിന്നെ ഞാൻ എൻ്റെ ഫാമിലി ലൈഫ് ഇറ്റ്സ് ബീൻ പ്രൈവറ്റാണ്. അത് അവർക്കും സോഷ്യൽ മീഡിയയിൽ വരാൻ താല്പര്യമുള്ളപ്പോൾ വന്നോട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഫാമിലിയായിട്ട് ഇപ്പോൾ നമ്മളും അവരൊക്കെ സ്ത്രീകളല്ലേ, അപ്പോൾ അവർക്കെതിരെയാണോ ഞാൻ? രാഹുൽ ഈശ്വറിൻ്റെ കാര്യം എടുക്കുക. രാഹുൽ ഈശ്വറിൻ്റെ വീട്ടിൽ 2 സ്ത്രീകളുണ്ട്. രാഹുലിൻ്റെ അമ്മ മല്ലികാമ്മ, രാഹുലിൻ്റെ വൈഫ് ദീപ, പിന്നെ 2 ആൺകുട്ടി. രാഹുലിന് 2 ആൺമക്കളാണ്. അവന് കൂടുതൽ കൺസേൺ ആണ് ആണുങ്ങൾ. അപ്പോൾ പെണ്ണുങ്ങൾക്ക് അനുകൂലമാണല്ലോ ഇപ്പോഴത്തെ നിയമങ്ങളെല്ലാം. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ തന്നെ നാളെ ശ്രീനിധിയോട് ഞാൻ എന്താ പറയുക, സെക്ഷൽ കളേർഡോട് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ താങ്കളൊരു പരാതി കൊടുത്താൽ പോലീസ് FIR ഇടും. ഞാൻ സംസാരിക്കണമെന്നില്ല. പിന്നെ ഈ അപ്പോഴത്തേക്ക് വാർത്ത വന്നു കഴിഞ്ഞു. മുകേഷ് നായർ ഇൻ്റർവ്യൂ ചെയ്ത പെൺകുട്ടിയോട് അവമര്യാദയെ പെരുമാറി. അപ്പോഴത്തേക്ക് മുകേഷ് ക്ലിപ്പുണ്ട്. പക്ഷെ അത് എപ്പോൾ തെളിയിക്കും? കേസെടുത്ത് FIR ഇട്ട് വാർത്ത വന്ന് മുകേഷ് നായർ സോഷ്യൽ മീഡിയയിലൊക്കെ നാറിയതിന് ശേഷം പിന്നെ പോലീസ് ഒന്ന് ഇതൊക്കെ നോക്കിയിട്ട് ഇതിലങ്ങനെയൊന്നും ഇല്ലല്ലോ. പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു റിപ്പോർട്ട് വരും, മുകേഷ് നായർ നിരപരാധി എന്ന് പോലീസ് കണ്ടെത്തി. പക്ഷേ അതിന് വലിയ ഇമ്പോർട്ടൻസോടെ വാർത്ത വരില്ല. അതാണ് സിസ്റ്റം. ആ സിസ്റ്റത്തിനെതിരെയാണ് നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ വിക്ടിമിൻ്റെ പേര് അതിജീവിത എന്നാവുന്ന പോലെ ഈ കുറ്റാരോപിതനും അവനും ഒരു അതിജീവിതനാണ്. അവൻ ഗിൽട്ടാണെന്ന് തെളിയിക്കുന്നവരെ, അവൻ ഗിൽട്ടാണെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടണം. മനസ്സിലായില്ലേ? അല്ലാതെ നിരപരാധിയായ ഒരാളെ ശിക്ഷിച്ചിട്ട് എന്ത് നേട്ടമാണ് നമുക്കുള്ളത്? ഇന്ന് ഒരാളെ ഏറ്റവും എളുപ്പം, വെരി ഈസിയസ്റ്റ് വേ, ഒരു പെണ്ണ് കേസിൽപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ്. അത് പോക്സോ ആണെങ്കിൽ സൂപ്പറാണ്, കിടിലമാണ്, നല്ല മൈലേജാണ്. മനസ്സിലായില്ല? അതാണ് ഞാൻ മിസ്യൂസ് ഓഫ് ആക്ടിൻ്റെ ഏറ്റവും വലിയൊരു ഗുണവും ദോഷവും എന്ന് പറയുന്നത്.